മുൻ തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി അംഗത്വം ബി.ജെ.പി. അംഗത്വം രാജിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന് രാജിക്കത്ത് കൈമാറി. അദ്ദേഹം കുറച്ചു കാലമായി ബി.ജെ.പി. നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. AIDMK-യുമായി സഖ്യമുണ്ടാക്കുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ആ സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചതോടെ അദ്ദേഹത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കിയിരുന്നു. ഇതോടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അദ്ദേഹം സഹകരിക്കാതെ മാറി നിൽക്കുകയും മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹത്തിന്റെ പിണക്കം മാറ്റുന്നതിനായി അദ്ദേഹത്തിന് വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാനും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുമുള്ള ആലോചന ദേശീയ നേതൃത്വം നടത്തിയത്. എന്നാൽ അത്തരത്തിൽ ഒരു പദവിക്ക് അദ്ദേഹം വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ടു പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത് അദ്ദേഹം ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം വൈകിട്ട് അദ്ദേഹം ഡൽഹിയിൽ എത്തി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അദ്ദേഹം ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തുകയും തന്റെ രാജിക്കത്ത് കൈമാറുകയും ചെയ്തിരിക്കുന്നു. പാർട്ടിയുടെ അംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിക്കൊണ്ട് അദ്ദേഹം തനിക്ക് സൗഹാർദ്ദപരമായ ഒരു വിടവാങ്ങൽ വേണമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കാണാൻ അദ്ദേഹം സമയം തേടിയിട്ടുണ്ട്. അദ്ദേഹം രാജി സമർപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ ആ കൂടിക്കാഴ്ച ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇതുവരെയും അദ്ദേഹം മാധ്യമങ്ങളോട് തന്റെ തീരുമാനം ഔപചാരികമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം അത് ഡൽഹിയിൽ വെച്ചുണ്ടാകുമോ അല്ലെങ്കിൽ മടങ്ങി തമിഴ്നാട്ടിലെത്തിയ ശേഷമായിരിക്കുമോ എന്ന കാര്യം ഇതുവരെയും വ്യക്തമല്ല. തന്റെ സ്വന്തം ഒരു സംഘടന രൂപീകരിക്കാനുള്ള ചർച്ചകൾ അദ്ദേഹം ഇതിനിടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മക്കൾ ശക്തി ഇയക്കം എന്ന പേരിൽ ഒരു പുതിയ സംഘടന ആദ്യഘട്ടത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പിന്നീട് അതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുവാനുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. DMK-ക്കും AIADMK-ക്കും ബദലായി ഒരു ശക്തമായ ഒരു മുന്നണി രൂപീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. അതേസമയം അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് ദേശീയ പ്രതിച്ഛായയുള്ള ഒരു പുതിയ സംഘടന എന്നാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അത് യുവാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഒപ്പം തന്നെ തനിക്ക് സഹകരിക്കാൻ കഴിയാവുന്ന ആളുകളെ കൂടെ ചേർത്തുകൊണ്ട് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള മുതിർന്ന വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടനയായി മുന്നോട്ടു പോകാനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്.